ഇനി എന്തോരം ആൾക്കാരെ ക്യാൻഡർ ഫയറിന് വന്നിട്ടുള്ളത് കണ്ടില്ലേ. അപ്പോൾ ഇതാണ് 2025 ക്യാൻഡർ ഫയർ നടക്കുന്നത് കേട്ടോ. ഇത് രജിസ്ട്രേഷൻ്റെ ഭാഗമാണ്. അപ്പം നമ്മളൊക്കെ ആദ്യം ചെയ്തു വെച്ചതുകൊണ്ട്, ഓൺലൈൻ ചെയ്തു വെച്ചുകൊണ്ട് നമുക്ക് കുറേ പണികൾ കഴിഞ്ഞു. കണ്ടില്ലേ, ഇവിടെയാണ് ക്യാൻഡർ ഫയർ നടക്കുന്നത് കേട്ടോ. വേൾഡിലെ നമ്പർ 1 ക്യാൻഡർ ഫയർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരുപാട് മലയാളീസ് ഉണ്ട്, ഒരുപാട് ഹിന്ദിക്കാരെ കണ്ടു, അങ്ങനെ ഒരുപാട് അല്ലേ. ഇതും ഒരു സംഭവം സെറ്റ് നോക്കിയേ, ഒരു ചെറിയൊരു ഇലക്ട്രിക്കൽ എന്താ പറയുക, ഒരു യാത്ര ചെയ്യുന്നൊരു സാധനമാണ്. നല്ല ഭംഗിയുണ്ട്. കാരണം എല്ലാ രംഗത്തെ ഷോക്കേഴ്സിലും ഇതിലൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത്. കാരണം ഇതിലാണ് ആ മുതൽ നടക്കുന്നത് കേട്ടോ. കാരണം ഞാനിന്നിപ്പോൾ ഒരു മെഷീൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏകദേശം 1,25,00,000 സ്ക്വയർ ഫീറ്റിലാണ് ഈ സംഭവം നടക്കുന്നതെന്ന് പറഞ്ഞത്. കാരണം ഇപ്പം തന്നെ നോക്കി ക്യൂ നോക്കി, നല്ല ക്യൂ ഉണ്ട്. നമ്മൾ വിചാരിച്ചതിൻ്റെ അപ്പുറമാണ്. പക്ഷേ ഇത് എല്ലാം ക്യാൻഡർ ഫയറിന് ഇതെടുക്കാത്ത ആൾക്കാരാണെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് രജിസ്റ്റർ ചെയ്യാത്ത ആൾക്കാരാണോ എന്ന് ഡൗട്ടുണ്ട്. നല്ല ജനമാണ് ഫയറിലെ ഫസ്റ്റ് ദിവസമായതുകൊണ്ട് നല്ല തിരക്കാണ്. കാരണം ഇതിൻ്റെ അകത്തേക്ക് എൻ്റർ ചെയ്യാനുള്ള തിരക്കിലാണ്. എല്ലാ രാജ്യത്തു നിന്നുള്ള ആൾക്കാരുണ്ട് കേട്ടോ ഇതിലേക്ക്. കാരണം നമ്മൾ ഒരു രാജ്യം മാത്രമല്ല, സകല രാജ്യത്തു നിന്നുള്ള ആൾക്കാരുണ്ട്. ഫയറിലേക്ക് ഫസ്റ്റ് ദിവസമായതുകൊണ്ട് അത്യാവശ്യം രാവിലെ തന്നെ തിരക്കായി തുടങ്ങി. അപ്പോൾ ഇതിൽ വേൾഡിൽ നിന്നുള്ള എല്ലാ ആൾക്കാരും ഉണ്ട്. കാരണം അത് എന്താണ് അങ്ങനെ ആൾക്കാർ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഡയറക്റ്റ് ഫാക്ടറി ബേസ്ഡ് ആൾക്കാരാണ് ഇവിടെ വരിക. അപ്പോൾ ഇടനിലക്കാരനൊന്നും ഉണ്ടാവില്ല. കാരണം ഇതിൻ്റെ പിന്നെ ഒരു സ്റ്റാൾ കിട്ടണമെങ്കിൽ ഏകദേശം 2-2.25 ലക്ഷം രൂപയോളം ഇവർക്ക് എക്സ്പെൻസ് ഉണ്ട്. അതുകൊണ്ട് ചെറുകിടക്കാരും ഉണ്ടാവില്ല. പിന്നെ ചെറുകിടക്കാരൊക്കെ നമ്മളെ കണ്ണുവെട്ടിക്കാൻ വേണ്ടിയിട്ട് മെട്രോൻ്റെ അടുത്തെല്ലാം ചെറിയ എന്താ പറയുക ഇതുപോലുള്ള എക്സ്പോകൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരൊന്നും ഇങ്ങനെ ചിലപ്പം അറിയാതെ അതിൽ കയറി പോകണ്ട, ശ്രദ്ധിക്കുക. ക്യാൻഡർ ഫയർ തനിയെ വേറെ തന്നെയാണ്. ആ ബിൽഡിങ് കാണുമ്പോൾ തന്നെ അത് അങ്ങനെ ഒരു ബിൽഡിങ്ങിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് വലിയ സംഭവമാണ്. നമ്മൾ നടന്നു മടുക്കും, അത്രമാത്രം ഇതുണ്ട്. ഇതിൽ ഫർണിച്ചർ മുതൽ ശക്കല, ഓട്ടോമൊബൈൽ മുതൽ ശക്കല ഏറ്റവും സൈഡ് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനം എന്ന് പറയില്ല, അങ്ങനെയുള്ള ഫാക്ടറി ബേസ്ഡ് ആൾക്കാരാണ് ഇവിടെ വരുന്നത്. ഇത് ചൈന ഗവൺമെൻറ് നടത്തുന്ന ഒരു സംഭവമാണ് കേട്ടോ. ചൈന ഗവൺമെൻറ്റാണ് ഈ ക്യാൻഡർ ഫയർ നടത്തുന്നത്. നോക്കിയാൽ ഏകദേശം ആളിൽ നിന്ന് ഇങ്ങനെ കയറി അങ്ങനെ അതിൻ്റെ അകത്തേക്ക് പോകണം. ഇതിലൂടെ നമ്മൾ പോകണം. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. അതിൻ്റെ അകത്തേക്ക് വരുന്ന ആൾക്കാർക്ക് നല്ല AC-നെക്കാട്ടി നല്ല കൂളായിട്ടാണ് ഈ സാധനം പ്രവർത്തിക്കുന്നത് കേട്ടോ. അത്ര നല്ല കൂളാണ്. പിന്നെ ഇവിടെ എത്തുമ്പോൾ പെട്ടെന്ന് പോകുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇല്ല ഇതും. അപ്പോൾ ക്യാൻഡർ എന്താ പറയുക, ഞങ്ങൾക്കും കിട്ടിയ ഒരു എൻട്രി പാസ്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തെല്ലാം ഉണ്ട് നോക്കിയിട്ട് ഞങ്ങളൊരു വീഡിയോ കിട്ടാറ് കേട്ടോ. മെഷീൻ വെച്ചിട്ടുണ്ട്. നമുക്ക് കിട്ടിയ QR-ഉം സാധനമൊക്കെ വെച്ചിട്ട് ഇവിടുന്ന് നമ്മൾ ID എടുക്കണം. അതാണിപ്പോൾ ചെയ്യാൻ പോകുന്നത്. എന്താ വെച്ചാൽ നമ്മളെ പാസ്പോർട്ട് എടുത്തിട്ട് നിങ്ങളൊന്നും ചെയ്യാനില്ല, നേരെ കൊണ്ടുവരിക. ഇതിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് വെച്ചാൽ ഇത് സ്കാൻ ആവും കേട്ടോ. ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് നമ്മളെ ഡീറ്റെയിൽ വെക്കണ്ടാവും. നീതു അത് കറക്റ്റ് ഡീറ്റെയിൽ വന്നു, നീതു ശ്രീദാസ് എന്നുള്ള അത് വന്നു. ഇനി നമ്മളെന്താ പറഞ്ഞാൽ ഈ പാസ്പോർട്ട് ഇവിടുന്ന് എടുക്കുന്നതിന് മുമ്പ് നമുക്ക് കാർഡ് ഇവിടെ വരും. ഇത് ക്യാൻഡർ ഫയറിൻ്റെ എന്താ പറയുക കണ്ടില്ലേ, ക്യാൻഡർ ഫയർ ബാഡ്ജ് ആട്ടോ, പ്രിൻറ്റിങ്. അയ്യവ എന്നാ നീതു എനിക്കും കിട്ടി ഒരു ബാഡ്ജ്. അപ്പോൾ ഇത് തന്നെ നീതിൻ്റെ ഫോട്ടോ അടക്കം സാധനം കിട്ടിയില്ലേ, അടിപൊളി. വാ, ഇനി നമുക്ക് ടാഗ് കിട്ടിയില്ലേ, 2 ടാഗ് കിട്ടിയില്ലേ, പോരെ. അപ്പോൾ ഇനി അടുത്ത സെഷനിലേക്ക് പോകാം. നമുക്ക് നേരെ ഉള്ളിലേക്ക് കയറാം. കൊടുക്കാനില്ലാത്ത ആൾക്കാർ എന്താക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ കുറേ ചെറുകിട ടീമുകളെല്ലാം കൂടി വലിയ ഇതേപോലത്തെ പ്രോഗ്രാം ഇതിൻ്റെ തൊട്ടടുത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് അതാണ് ക്യാൻഡർ ഫയർ എന്ന് വെച്ച് പെടണ്ട. കാരണം ഞാൻ മെട്രോ ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ കണ്ടു ഇങ്ങനെ. കാരണം ഒരുപാട് ഫാക്ടറി ടീമേഴ്സ് തന്നെ അതിലുണ്ട്. പക്ഷേ ക്യാൻഡർ ഫയറിലൊരു പ്രത്യേകം എന്താ പറഞ്ഞാൽ ജെന്യൂൻ ടീമാണെന്നുള്ളതാണ്, ഫാക്ടറി ബേസ്ഡ് ആൾക്കാരാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ മനസ്സിലാക്കിയതും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ബിസിനസ് എന്തെങ്കിലുമൊക്കെ നാട്ടിലേക്ക് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് എന്താ പറയുക, അവർ ഡയറക്റ്റായിട്ട് അവരായിട്ട് സംസാരിച്ച് അവർ ഇമ്പോർട്ട് ചെയ്യാനുള്ള സൗകര്യത്തിൽ നമുക്ക് ഇവിടുന്ന് എല്ലാം ചെയ്തു തരുന്ന ആൾക്കാരും ഈ ചൈനയിൽ തന്നെ ഉണ്ട് കേട്ടോ. മലയാളീസ് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ വിചാരിച്ചല്ലോ ഒരു വട്ടമെങ്കിലും ചൈന സന്ദർശിച്ചാൽ നിങ്ങൾക്ക് ബിസിനസ്സിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുന്ന പ്രതീക്ഷയുണ്ട്. കാരണം നമ്മൾ നാട്ടിൽ നിന്ന് മനസ്സിൽ കണ്ട ഒരു ചൈനയല്ല ഇവിടെ വന്നിട്ട് കണ്ടപ്പോൾ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും കേട്ടോ. കാരണം ഒരുപാട് രാജ്യക്കാർ ഇവിടെ വരുന്നുണ്ട്, ചില്ലറ രാജ്യക്കാരല്ല. എല്ലാ നാട്ടിലെ ആൾക്കാരും ഈ സ്ഥലത്തേക്ക് വരുന്നുണ്ട്. കാരണം എൻ്റെ ചിഹ്നമാണ് ഈ കാണുന്നത് കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ 2025 ഒരു വണ്ടി ഇവിടെ ലോഞ്ച് ചെയ്യേണ്ടതെന്നാണ് ഞാൻ കേട്ടത്. ആ വണ്ടീനും കൂടി ഒന്ന് കാണണം. ആ വണ്ടി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇ വി വെഹിക്കിളാണ്. ഇ വി വെഹിക്കിളിൽ എന്താ പറയുക, ഒരു പ്രത്യേക ഒരു സിസ്റ്റം ഉണ്ട് കേട്ടോ. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ കൊളസ്ട്രോൾ, ഷുഗർ, പ്രഷർ, ഇങ്ങനത്തെ എന്തെങ്കിലും ഹാർട്ട് അറ്റാക്ക് പോലുള്ള പ്രശ്നങ്ങൾ, മനുഷ്യന് ഉറങ്ങിപ്പോവുക, തലകറക്കം, അങ്ങനെ എന്തെങ്കിലും ചൊറകൾ വരുന്നുണ്ടെങ്കിൽ ഡോക്ടർക്ക് മെസ്സേജ് പോകുന്ന രീതിക്കാണ് ഇപ്പോൾ ഒരു വണ്ടി ചൈനക്കാരൻ കണ്ടുപിടിച്ച് അത് ഇറക്കുന്നത്. ആ വണ്ടി എന്താണ്, എങ്ങനെയാണ് അതിൻ്റെ മെത്തേഡ് എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ട്. കാരണം നമുക്കിപ്പോൾ ഓൾറെഡി ഇ വിൻ്റെ ട്രെയിനിങ് ഒക്കെ കിട്ടിയതുകൊണ്ട് അതിന് മേലേക്ക് എന്താണെന്നാണ് നമ്മൾ ചിന്തിച്ചടക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചൊരു സർവീസ് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ് ആവണമല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളിൽ. അതിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടേക്ക് വന്നത്. പിന്നെ പ്രത്യേകിച്ച് ഒരു ട്രെയിനിങ്ങും കൂടി ഇവിടെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. വണ്ടിയുടെ ഓട്ടോ ട്രാൻസ്മിഷൻ്റെ ഒരു ട്രെയിനിങ് കൂടി അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ആണ് നമ്മളിപ്പോൾ ചൈനയിലേക്ക് വന്നത്. കാരണം ചൈന കാണാനുള്ള മോഹം കൊണ്ടല്ല, പക്ഷെ ഇവിടെ വന്നു നോക്കിയപ്പോൾ ചൈന എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ എന്താ പറയുക വിചാരിക്കുന്ന ഒരു ചൈനയല്ല. ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടല്ലോ നമുക്ക്. ആ ഒരു ചിന്താഗതി ഇവിടെ വെറും നെഗറ്റീവാണ്. കാരണം എന്താ പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഇല്ല കേട്ടോ. കാരണം നമുക്ക് ചിന്തിക്കുന്നതിൻ്റെ അപ്പുറമാണ്. നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറം എന്ന് പറഞ്ഞാൽ ഓരോ സംഭവം ഇവരെ ടെക്നോളജിപരമായിട്ട് ഇവരെ പൊട്ടിക്കാൻ ഇനി ആൾക്കാരില്ല എന്നുള്ള എനിക്ക് തോന്നിപ്പോവും. കാരണം നമ്മൾ എന്താ പറയുക, ഒരുപാട് ആൾക്കാർ കേട്ടോ നമ്മളെ നാട്ടിൽ നിന്ന് നോക്കിയാൽ ഇതൊരു റോബോട്ടാണ്, കണ്ടില്ലേ? ഒരു അസാധ്യ റോബോട്ട്, ഒരു കട്ടറോ അങ്ങനെ എന്തോ വെച്ചമാരിതാ ഒരു ചൈനക്കാർ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നത്. ഇങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്ക് അതിശയമായി പോകും. 37ാമത് കാൻഡം ഫയറിൽ ഞങ്ങൾക്കും പങ്കെടുക്കാൻ പറ്റി. ഞാനും നീതും കണ്ടില്ലേ, 137ാമത് കാൻഡം ഫയർ കേട്ടോ. അപ്പോൾ ഇതിൽ സന്തോഷം. കാരണം നമ്മൾ മെയിനായിട്ട് എന്താ പറഞ്ഞാൽ ഇ വി വെഹിക്കിളിൻ്റെ കേസുകളാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് മെയിൻ നോക്കുന്നത്. പിന്നെ രണ്ടാമത് എന്താ പറഞ്ഞാൽ ഓട്ടോ ട്രാൻസ്മിഷൻ എന്തെങ്കിലും ഒരു മെഷീൻ കിട്ടുമെന്നുള്ളതും കൂടി നോക്കുന്നുണ്ട്. ഓരോ പമ്പറുകൾ കണ്ടിട്ട് കൊതിയാവുന്നു. നോക്കിയേ എന്താ ഭംഗി, നോക്കിയേ അടിപൊളി സാധനങ്ങൾ കേട്ടോ, ഒന്നും പറയാനില്ല. ഒന്നൊന്നര പമ്പർ കിറ്റുകൾ എന്നൊക്കെ പറയില്ലേ, നോക്കിയാൽ എവിടെ നോക്കിയാലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഒന്നും പൊളി എൻ്റെ അമ്മ, എന്തോ ഭംഗി. മക്കളെ കൊതി തീരുന്നില്ല. ഇതൊന്നും കണ്ടിട്ട് ഇവിടുന്ന് വരാനും തോന്നില്ല, പോകാനും തോന്നില്ല. നമുക്ക് ഏതെല്ലാം വണ്ടീൻ്റെ മോഡലുകളുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നോക്കിയേ ഉണ്ടോ ആ പിക്കപ്പ്, നോക്കിയേ ബോഡി മൊത്തത്തിൽ വരുന്നല്ലേ. ഇതോ എന്തേ ഇത് അപ്പുറത്തൊരു പെട കിടക്കുന്നില്ലേ ബോഡി കിറ്റ്. നോക്കിയേ നല്ല ഭംഗിയുണ്ട് കേട്ടോ, എന്താ ഭംഗി നോക്കിയേ. ഇതൊരു കമ്പനി മാനുഫാക്ചറാണത്, അതായത് സ്പോർട്ടി ലുക്കിലാണ് ഇറക്കിയേക്കുന്നത്. നോക്കിയേ എന്താ ഭംഗി, ഒന്നൊന്നര സാധനമൊക്കെ, ഒന്നും പറയാനില്ല. അതുപോലെ ഇവിടെ സീറ്റ് നോക്കിയേ, ഓരോ സ്റ്റാളും ഒന്നൊന്നര കുട്ടികൾക്ക് ഇരിക്കാനുള്ള ചെറിയ കുഞ്ഞൻ സീറ്റൊക്കെ കേട്ടോ. വലിയ സീറ്റിൽ ചെയ്യാതെ ലൈറ്റുകൾ നോക്കിയേ ഇതുണ്ടോ. എൻ്റെ ഇതാ സി ഡികളെല്ലാം മാറ്റണം. നമ്മൾ ഈ ബെൻസ് ഓടിൻ്റെയൊക്കെ ഒരു ഗ്ലാസ്സിൽ ചെറിയ സ്ക്രാച്ച് വന്നു കഴിഞ്ഞാൽ വലിയ ക്യാഷ് കൊടുത്തിട്ടാണ് നമ്മൾ മാറ്റുക. ഏകദേശം 1.5 ലക്ഷം രൂപയെല്ലാം വില വരുന്ന ഗ്ലാസ്സുകളാണ്, അല്ല ഹെഡ്ലൈറ്റാണ്. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ വരുമ്പോൾ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും.